ബ്രേസസ് ഇടുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, നിങ്ങൾ ഹാർഡ് ഫുഡ് കഴിക്കരുത്. ചിലർ ഇതിന്റെ ഡിലേ ആയി ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും വരിക. വരയ്ക്കാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്. കാരണം നമ്മുടെ പല്ലും മോണയും ഒന്നും ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം വരും. എന്തായാലും പല്ല് കുറച്ചേ വരും. ഡോക്ടർ, എനിക്ക് ബ്രേസസ് ഇടുന്നതിനെ കുറച്ച് ഡൗട്ട് ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? നമ്മുടെ ഈ ബ്രാക്കറ്റ്സ് പൊട്ടിപ്പോകാനുള്ള റീസൺ എന്തായിരിക്കും? നമുക്ക് മെയിൻലി ബ്രാക്കറ്റ്സ് പൊട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതൽ ഹാർഡ് ഫുഡ് കഴിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബ്രേസസ് ഇടുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, നിങ്ങൾ ഹാർഡ് ഫുഡ് കഴിക്കരുത്. അതായത് നിങ്ങൾ മാക്സിമം ഭക്ഷണ പദാർത്ഥം ചെറുതാക്കി കഴിക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്. മെയിൻലി ഹാർഡ് ഫുഡ്സ് തന്നെയാണ്, സ്റ്റിക്കി ഫുഡ്സും. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കിയാൽ തന്നെ ബ്രാക്കറ്റ് പൊട്ടാതിരിക്കാനുള്ള ചാൻസ് കുറയും. ഡോക്ടർ, പല്ല് കമ്പ്യൂട്ടർ കുറച്ച് മാസമായില്ലേ, എനിക്ക് ഇതൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അതിന്റെ കാരണമുണ്ട്. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് കുറെ സ്റ്റേജസ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലാനിങ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ആ കേസ് പ്ലാൻ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് അലൈൻമെന്റ് സ്റ്റേജ് ആണ്. ഈ അലൈൻമെന്റ് സ്റ്റേജിലാണ്, അതായത് പല്ല് അലൈനൊക്കെ ആവുന്നത് ഈ ഒരു 3 to 4 months ടൈം എടുക്കും അലൈൻമെന്റ്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും നിങ്ങൾക്ക് വ്യത്യാസം തോന്നില്ല. പക്ഷെ ഗ്രാജുവലി ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പല്ലൊക്കെ ഏകദേശം ശരിയായി വരുന്ന പോലെ നമുക്ക് തോന്നാം. ഡോക്ടർ, ഇപ്പൊ കമ്പ്യൂട്ടർ ഇപ്പൊ 2 വർഷം ആവാനായി. ട്രീറ്റ്മെന്റ് വരുമ്പോൾ എന്റെ പറഞ്ഞത് 1 to 1.5 വർഷം ഇട്ടാൽ മതി എന്നാണ്. ഇപ്പൊ എനിക്ക് കഴിക്കാറായോ? അങ്ങനെയല്ല, നമ്മള് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം മിനിമം 1.5 years ഇടണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഓരോരുത്തരുടെ ബോൺ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ കേസ് അനുസരിച്ച് മാറും. ഇപ്പൊ 4 പല്ല് എടുക്കുന്ന കേസ് ആണെങ്കിൽ സമയം കൂടും. അതുപോലെ ഗ്യാപ്പ് ആണെങ്കിൽ പെട്ടെന്ന് ഗ്യാപ്പ് അടിക്കും. അതായത് ഓരോ കേസിനനുസരിച്ച് വേരീസ്. പിന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറയുന്ന ആ ട്രീറ്റ്മെന്റ് ടൈമിൽ തന്നെ തീരും. ചിലർ ഇങ്ങനെ ഡിലേ ആയി ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും വരിക. പിന്നെ ഇതിന്റെ ഇടയിൽ കുറെ ബ്രാക്കറ്റ്സ് പൊട്ടിയിട്ടുണ്ടാവും. സോ അതിനൊക്കെ ആ ഒരു ട്രീറ്റ്മെന്റിന് ഡിലേ ഉണ്ടാവും. ഡോക്ടർ, ഈ കമ്പി അയച്ചു കഴിഞ്ഞാൽ റീറ്റെയിൽ തരാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇടാണ്ടിരുന്ന എന്തെങ്കിലും കുഴപ്പം വരും? ഉറപ്പായിട്ടും കുഴപ്പം വരും. കാരണം നമ്മൾ ബ്രേസസ് ഇടുന്നതിന് എന്തിനാണ്? നമ്മുടെ പല്ല് ശരിയാക്കും. അതായത് നിങ്ങളുടെ പണ്ടത്തെ പല്ലിന്റെ പൊസിഷൻ മാറിയിട്ട് ഇപ്പൊ പല്ല് വേറൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പല്ലിനും മോണയ്ക്കും ഒരു ടെൻഡൻസി ഉണ്ട് പഴയ പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റെയിനർ കൊടുക്കുന്നത്. ഈ റീറ്റെയിനർ തന്നെ പല വിധത്തിലുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പൊ ഈ റീറ്റെയിനറുടെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ചിലവർ പറയും 1 വർഷം ഇട്ടാൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഏകദേശം ഒരു 3 years എങ്കിലും കമ്പൽസറി ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റീറ്റെയിനർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ റിലാപ്സ് കുറവായിരിക്കും അങ്ങനത്തെ കേസിൽ. പിന്നെ നമുക്ക് ആദ്യം തരുന്നത് ഒറ്റക്കമ്പിയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് ഉണ്ട്. പിന്നെ റിമൂവൽ തന്നെ ക്ലിയർ അലൈനർ പോലെയുള്ള റീറ്റെയിനേഴ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങളുടെ ഡോക്ടറുടെ അനുസരിച്ചിട്ടും കേസിനനുസരിച്ചിട്ടും വേരി. സോ റീറ്റെയിനർ കമ്പൽസറി ആയിട്ട് ഇടണം. ഡോക്ടർ, എനിക്ക് പല്ല് കമ്പിയിട്ട് പല്ല് റെഡിയാക്കണമെന്നുണ്ട്. എനിക്ക് പല്ല് പറിക്കുന്ന കേസ് ആലോചിക്കുമ്പോൾ എനിക്ക് കമ്പി ഉണ്ടാകുന്ന തോന്നുന്നുണ്ട്. പല്ല് പറിക്കാതെയും ചെയ്യാം. പല്ല് പറിക്കാതെ ചെയ്യുന്ന ടെക്നിക്കാണ് IPR, അതായത് ഇന്റർപ്രോക്സിമൽ റിഡക്ഷൻ എന്നാണ് അതിന് പറയാം. ട്രിം ചെയ്തിട്ട്. പക്ഷെ അതിന് പല്ല് താഴാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, കുറച്ചേ താഴുള്ളൂ. രണ്ടാമത്തത് ഇപ്പൊ ഗ്യാപ്പ് ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പല്ല് പറിക്കില്ല. അതുപോലെ പല്ല് പറിക്കാൻ നിർബന്ധിതമായിട്ടുള്ള കേസസ് ഉണ്ട്, ലൈക്ക് നല്ല മോണയും പല്ലൊക്കെ പൊങ്ങിയ കേസ്, എന്തായാലും പല്ല് പറിച്ചേ പറ്റുള്ളൂ. സോ അത് കേസസ് അനുസരിച്ച് വേരി ചെയ്യും. ഡോക്ടർ, ഈ പല്ല് കമ്പിയിടാൻ ചെലവ് എത്ര വരും? അതിനെ പറയാം. അത് പറയണേ കുറച്ച് ഡീറ്റെയിൽ ആയി പറയണം. നമ്മുടെ ബ്രേസസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് MBT ആണ്. അതിൽ മോസ്റ്റ് കോമൺ, അതായത് എല്ലാവരും യൂസ് ചെയ്യുന്നത് മെറ്റൽ ബ്രേസസ് ആണ്. അതാണ് കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ നോക്കണമെങ്കിൽ സെൽഫ് ലിഗേറ്റിംഗ് സിസ്റ്റം. അത് കുറച്ചുകൂടെ പ്രീമിയം ടൈപ്പ് ബ്രാക്കറ്റ് ആണ്. അതുപോലെ അതിന്റെ കുറച്ചുകൂടെ ഹൈജീനും കംഫർട്ട് ഒക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ കൂടുതലും നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള മെറ്റൽ ബ്രേസസ് തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് പീരീഡിൽ നമുക്ക് അടച്ചു തീർത്താൽ മതി. അതുകൊണ്ട് കുറച്ചുകൂടെ എക്കണോമിക് മെറ്റൽ ബ്രേസസ്. ഡോക്ടർ, ബ്രേസസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ, പിന്നെ എന്റെ ഫേവറേറ്റ് ഫുഡ് ഒക്കെ ഒഴിവാക്കേണ്ടി വരുമോ? എന്താണ് എന്റെ ഫേവറേറ്റ് ഫുഡ്? ഈ ഗ്രിൽഡ് ഐറ്റംസ് ആയ അൽഫാം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് കഴിക്കുക. കുറച്ച് ഫുഡ്സ് ഒഴിവാക്കണം, ലൈക്ക് സ്നാക്സ് ഐറ്റംസ് ആണ്. പിന്നെ ഭയങ്കര മുറുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബൈറ്റ് വരുന്ന സമയത്ത് ചില ബ്രാക്കറ്റ്സ് പൊട്ടും. സോ നമ്മൾ കെയർഫുൾ ആയിട്ട് ചെറിയ ചെറിയ പീസ് ആക്കി കഴിക്കുക. അതുപോലെ സ്റ്റിക്കി ഫുഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. അൽഫാം ഒക്കെ കഴിച്ചു, പക്ഷെ കഴിക്കുമ്പോൾ ചെറിയ ചെറിയ പീസ് ആക്കി കഴിക്കണം. ബ്രേസസിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പൊ ഇതിപ്പോ ഇനി കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ എനിക്ക് എന്റെ ടീത്ത് വിലക്കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതൊരു എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. കാരണം നമ്മൾ ഈ ബ്രേസസ് ഇടുന്നതിന് മുന്നേ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തിനാ? ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. കാരണം നമ്മുടെ പല്ലും മോണയും ഒന്നും ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം വരും ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ബ്രേസസ് ഇടാൻ പറ്റില്ല. അപ്പൊ മോണ ഭയങ്കര വീക്ക് ആയിട്ടുള്ള കേസാണ്, ഭയങ്കരമായിട്ടുള്ള എല്ല് തേയ്മാനമുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ബ്രേസസ് ഒഴിവാക്കണം. ബ്രേസസിന് ഐഡിയൽ ആയിട്ടുള്ള കേസ് എപ്പോഴും നമ്മൾ അത് എക്സ്റേയിലായിട്ട് ക്ലിനിക്കിൽ എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേസസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഡോക്ടർ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് പോയില്ലേ, അപ്പൊ ഈ കമ്പി ഇട്ടതിന് ശേഷം എനിക്ക് ചുണ്ടൊക്കെ വരഞ്ഞിട്ട് അവിടെ മുറിയാവാൻ തുടങ്ങി, അവിടെ പഴുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അത് ആദ്യം തന്നെ ഡോക്ടർ പറയും. കാരണം നമുക്ക് ഇതിപ്പം ആദ്യമായിട്ട് ഇടുകയല്ലേ പല്ലിലൊരു സാധനം, അപ്പോൾ ചീക്സിലും കാര്യത്തിലൊക്കെ നന്നായിട്ട് ഈ ബ്രാക്കറ്റ്സിന്റെ എഡ്ജ് വന്നിട്ട് തട്ടാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ് വെക്കാം, അല്ലെങ്കിൽ ബബിൾ ഗം കിട്ടിക്കഴിഞ്ഞാൽ ബബിൾ ഗം വെക്കാം. അങ്ങനെ നമുക്ക് ആ കുത്തണത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കുത്തിയിട്ട് അൾസർ ഒക്കെ ഫോം ആയി എന്നുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള ജെൽസ് അവൈലബിൾ ആണ്, അത് തേക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് യൂസ് ടു ആവും. ഡോക്ടർ ഞാൻ 2 ദിവസം മുമ്പ് ടൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ടൈറ്റ് ചെയ്യാൻ വന്നതിന് ശേഷം എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആ ടൈറ്റ് ചെയ്ത ഭാഗത്തൊക്കെ ഭയങ്കര പെയിൻ കാര്യങ്ങളും. ആദ്യത്തെ ടൈറ്റിങ്ങിന്റെ 2-3 ദിവസം പെയിൻ ഉണ്ടാവും, അത് എല്ലാവരും പറയുന്നത്. അതിന് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗത്ത് ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കാം. ആ വയറിന്റെ മേലെ എവിടെയാണോ പെയിൻ വരുന്നത് അവിടെ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ കുറച്ച് വെക്കുക, എന്നിട്ട് തുപ്പിക്കളയാം. അങ്ങനെ ചെയ്യാം. പിന്നെ ഭയങ്കര സിവിയർ ആണ്, സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് അനാലിസിക്സ് എടുത്തിട്ട് പെയിൻ മാറ്റാം.